പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ SSLC പരീക്ഷയുടെ ഭാഗമായിട്ട് റിവിഷൻ ടെസ്റ്റുകൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വളരെ നല്ല രീതിയിൽ ആ പാഠഭാഗങ്ങളൊക്കെ വായിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ടീച്ചേഴ്സുമായി ഷെയർ ചെയ്ത് നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്ത ഠാക്കുർ കാ കുവാം എന്ന പ്രേംചന്ദിൻ്റെ കഥ, അത് ജാതി വ്യവസ്ഥയെ നിശിതമായി വിമർശിക്കുന്ന പ്രേംചന്ദിൻ്റെ ഈ ഠാക്കുർ കാ കുവാം എന്നുള്ള കഥയിലെ കുറച്ച് ഭാഗങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയാത്ത ക്വസ്റ്റ്യനൊക്കെ നിങ്ങളുടെ റിവിഷൻ ടെസ്റ്റുകളിൽ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനെ പെട്ടെന്ന് പരിചയപ്പെടുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പരീക്ഷയൊക്കെ മിസ്സാവാതെ അറ്റൻഡ് ചെയ്യുക. ഇന്ന് നമ്മൾ ഈ പാഠത്തിൻ്റെ അവസാന ഭാഗം കൂടി എടുക്കുകയാണ്. അപ്പം നന്നായിട്ട് വായിക്കണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയാം. ഓക്കെ, അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗംഗയുടെ മനസ്സിലുള്ള വേവലാതികളും പ്രയാസങ്ങളൊക്കെ ആയിരുന്നു. കാരണം താഴ്ന്ന ജാതിക്കാരായ ഞങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ വളരെ മോശപ്പെട്ട കണ്ണുകളോടെ അവർ ഞങ്ങളെ കാണുന്നു, അവർ ഞങ്ങളെ പരിഹസിക്കുന്നു. എന്നിട്ടും അവർ ഞങ്ങൾ ഉയർന്ന ജാതിക്കാരാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുകയാണ്. അതാണ് ഏറ്റവും ലാസ്റ്റത്തെ സെന്റൻസ്, പരന്തു ഗമണ്ട് എനിക്ക് ഹം ഊഞ്ചെ. എന്നാൽ അവർക്കൊക്കെ ഒരു അഹങ്കാരം എന്താണ്? ഹം ഊഞ്ചെ, ഞങ്ങളാണ് വലിയവർ. ഇനി ബാക്കി നോക്കാം. കുएं पर किसी के आने की आहट हुई, गंगी की छाती धक धक करने लगी. അവളെ വെള്ളമെടുക്കാൻ വേണ്ടി കിണറിന്റെ സൈഡിൽ നിൽക്കുന്ന സമയത്ത് കിണറിന്റെ അടുത്തേക്ക് കിസിക്ക് ആനയ്ക്ക് ആഹട്ട് പോയി, ആരോ വരുന്ന കാൽപെരുമാറ്റം കേട്ടു. അതാണ് ആഹട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗംഗിക്ക് ഛാത്തി ദക് ദക് കർണയിലേക്ക്, ഗംഗയുടെ നെഞ്ഞിടിക്കാൻ തുടങ്ങി. ഛാത്തി എന്ന നെഞ്ഞി ഇടിക്കാൻ തുടങ്ങി. കൈ ദേക്കിലേത്തോ ഗജബ് ഹോ ജായ്, ഇപ്പോഴെങ്ങാനും തന്നെ കണ്ടാൽ അതൊരു വലിയ കുഴപ്പമായി മാറും. ഗജബ് എന്ന കുഴപ്പം. ഏക്കിലാത്ത് ബി തോ നീച്ചെ എന്നപ്പെടെ, ഒരൊറ്റ തൊഴിയും പാഴായി പോകില്ല. അതായത് അവർ നന്നായിട്ട് ഉപദ്രവിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. उसने गड़ा और रस्सी उठा ली और चुप कर चलती हुई एक वृक्ष के अंधेरे साये में जा गड़ी हुई. അവളെ ഗട, കുടവും രസ്സി, കയറും എടുത്തിട്ട് ഒരു വൃക്ഷത്തിനെ കുനിഞ്ഞുകൊണ്ട്, ചുക്കർ പറയുന്നു, കുനിഞ്ഞുകൊണ്ട് ഒരു വൃക്ഷത്തിന്റെ തണലിലേക്ക് മാറി. സായ എന്ന തണൽ, നിഴൽ എന്നൊക്കെ അർത്ഥം. കബ് ഇൻ ലോകം കോ ദയാതി ഹെ കിസി പർ, എന്നാണ് ഇവർക്കൊക്കെ ഞങ്ങളോട് ദയ തോന്നുന്നത്. ബേചാരെ മഹങ്കു കോ ഇത്തിന മരക്കി മഹീനോം ലഹു തുക്തര, പാവപ്പെട്ട മഹങ്കു, അവനെ വളരെയധികം ഉപദ്രവിച്ചിരുന്നു. അവൻ മാസങ്ങളോളം രക്തം തുപ്പിക്കൊണ്ടിരുന്നു എന്നാണ്. എന്തിനാണ് ഉപദ്രവിച്ചത്? ഇസ്ലിയെ തോക്കി ഉസ്നെ ബേഗാർ നദി, ചെയ്യുന്ന ജോലിക്ക് കൂലി ചോദിച്ചപ്പോഴാണ് അവർ അവനെ ഒരുപാട് ഉപദ്രവിച്ചത്. അതായത് കൂലിയില്ലാതെ പണിയെടുക്കാൻ അവന് കഴിയില്ല, അതുകൊണ്ട് അവൻ കൂലി ചോദിച്ചപ്പോൾ അവരവനെ ഉപദ്രവിച്ചു. ഇസ്പറിയെ ലോകുഞ്ചെ ബൻത്തെ, ഇവരൊക്കെയാണ് ഉയർന്നവർ എന്ന് അവകാശപ്പെടുന്നത്. ഇവരാണോ ഉയർന്നവർ എന്ന് അവകാശപ്പെടുന്നു. പിന്നെയും ഗംഗയുടെ മനസ്സിൽ അവരോടുള്ള ദേഷ്യവും അവരോടുള്ള മനസ്സിലുള്ള ദുഃഖമൊക്കെയാണ് ഈ സമയത്ത് പുറത്തു വരുന്നത്. കുएं पर स्त्रियां पानी भरने आई थी, इनमें बात हो रही थी. ആ സമയത്ത് കിണറിലേക്ക് വന്ന സ്ത്രീകൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വെള്ളമെടുക്കാനാണ് അവർ വന്നത്. അവർ സംസാരിച്ചു. ഖാന, ഇനി അവരുടെ സംസാരമാണ്. ഖാന ഖാനെ ചലെ അവർ ഹുക്കും ഹുവാക്കി താസ പാനി പർ ലാവോ. ഭക്ഷണം കഴിക്കാനായി ചെന്നിരുന്ന സമയത്താണ് ആജ്ഞാപിക്കുന്നത്, പോയി നല്ല വൃത്തിയുള്ള വെള്ളം കൊണ്ടുവരും. ഒരു സ്ത്രീ പറയാം, ഗഡയ്ക്ക് പൈസ നെയ്യും, ഓരോ കുടത്തിന് പൈസ ഒന്നും അവർ തരുന്നില്ലല്ലോ.
हम लोगों को आराम से बैठे देखकर जैसे मर्दों को जलन होती है. നമ്മളിപ്പോഴുള്ള സ്ത്രീകൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പുരുഷന്മാർക്ക് മർദ്ദോങ്കോ പുരുഷന്മാർക്ക് ജലൻ ഹോത്തിയെ ഭയങ്കര അസൂയ. ജലൻ എന്ന് പറഞ്ഞാൽ അസൂയ. അപ്പൊ മറ്റേ സ്ത്രീ പറയാൻ കൽസിയ ഉടാക്കർ പറലാത്തെ, എന്താ പറയുന്നത്, ഒരു ചെറിയ കുടത്തിൽ പോലും അവരാരും വെള്ളം കൊണ്ടുവരില്ല. നമ്മളെ കയ്യിൽ വലിയ വലിയ കുടങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുത്തയച്ചിട്ട് വലിയ വെള്ളം കൊണ്ടുവരാൻ പറയുന്നു. ബസ് ഹുക്കും ചലാദിയാക്കി താസാപ്പാനിലാവും, എന്നിട്ട് ആജ്ഞാപിക്കുക പോയി വെള്ളം, നല്ല വെള്ളം താസാപ്പാനി എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം പോയി കൊണ്ടുപോവാ. ജയ്സെ ഹം ലൗണ്ടിയ നമ്മളല്ലേ വേലക്കാരികളല്ലേ, നമ്മള് വേലക്കാരികൾ. ലൗണ്ടിയ നെഹിന്തോ ക്യാ ഹോത്തു, വേലക്കാരി അല്ലാതെ പിന്നെ നീ ആരാണ്? മറ്റു സ്ത്രീ ചോദിക്കണം, വേലക്കാരി അല്ലാതെ പിന്നെ നീ ആരാണ്? റൊട്ടി കപ്പട നെഹി പാത്തി, ഭക്ഷണമൊക്കെ കിട്ടുന്നില്ലേ, ഭക്ഷണവും വസ്ത്രമൊക്കെ കിട്ടുന്നില്ലേ? 10-5 रुपये भी छीन चपट कर ले ही लेती हो, 5-10 രൂപ നീ തട്ടിയെടുക്കുന്നില്ലേ? അവർ റൗണ്ടിയോ കഴിച്ചെത്തി, അതുകൊണ്ട് നീ വേലക്കാരി തന്നെയല്ലേ എന്ന് മറ്റേ സ്ത്രീ പറഞ്ഞു. മത് ലജാവോ ദീദി, ഒന്ന് മിണ്ടാതിരിക്കും ചേച്ചി. ചിൻ പർ ആരാം കർണേക്കോ ജി തരസ് കർ ചാത്ത, കുറച്ചു നേരം ഒരുപാട് സമയം വർക്ക് ചെയ്തിട്ട് ജോലി ചെയ്തിട്ട് കുറച്ചു നേരം ഒന്നും റെസ്റ്റ് എടുക്കാൻ എല്ലാവരുടെ മനസ്സിനും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ഇത്തന കാം കിസി ദൂസരേക്ക് കർ ദേത്തിയെ തോ ഇസ്സേ കഹീം ആരാം സേ ലേത്തി. മറ്റുള്ള വീടുകളിലാണെങ്കിൽ ഇതിനേക്കായും ജോലി ഉണ്ടെങ്കിലും റെസ്റ്റ് കിട്ടും. അത് മാത്രല്ല ഊപ്പർ സെവഹ് യഹ്സാൻ മാറ്റ, നന്ദിയുണ്ടാവും, അവർക്ക് നമ്മളോട് നന്ദിയുണ്ടാവും. യഹാം കാം കർത്തെ കർത്തെ മർ ജാവോ പർ കിസി കാ മോഹ് സീതാ നഹി ഹോത്താ, ഇവിടെ ജോലി ചെയ്ത് നമ്മളൊക്കെ മരിച്ചു പോകും, ഒരാളും നമ്മളെ നല്ല രീതിയിൽ പരിഗണിക്കില്ല എന്നാണ്. അപ്പൊ അവിടെ ഈ ഠാക്കൂറിന്റെ വീടുകളിൽ കഴിയുന്ന സ്ത്രീകളുടെ ഒരവസ്ഥ കൂടി ഇവിടെ പറയുന്നു. അവിടെ പുരുഷന്മാർക്ക് വേണ്ടി മാത്രം ജോലി ചെയ്ത് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്ന വെറും ഒരു സ്ത്രീകളായിട്ട് ജീവിക്കേണ്ടി വരുന്ന അമർഷമാണ് ഇതിലൂടെ പറയുന്നത്. ഇനി ബാക്കി ഭാഗം നോക്കാം. ദോനോ പാനി പർക്കർ ചലിക്ക്, അങ്ങനെ രണ്ടുപേരും വെള്ളം എടുത്തിട്ട് തിരിച്ച് അവർ വീടുകളിലേക്ക് പോയി. तो गंगी वृक्ष की छाया से निकले और कुएं की जगत के पास आई. ഗംഗി ആ സമയത്ത് വൃക്ഷത്തിന്റെ മറവിൽ നിന്നും ഈ കിണറിന്റെ മുൻഭാഗത്തേക്ക് വന്നു. ബേഫിക്ർ ചലകേത്, ഠാക്കൂറിന്റെ കവാടത്തിന്റെ അവിടെ ആലോചിച്ചിരിക്കുന്നുണ്ട് എന്ന് നേരത്തെ കുറച്ച് ആളുകൾ ആലോചിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അവരൊക്കെ സ്ഥലം വിട്ടു ഉറങ്ങാൻ വേണ്ടി പോയി. ഠാക്കൂർ ബി ദർവാസ ബന്ദ് കർ അന്തർ ആംഗൻ മേ സോനെ ചാരെ, ഠാക്കൂറും വാതിലൊക്കെ അടച്ചിട്ട് ഉള്ളിൽ പോയിട്ട് കിടക്കാൻ പോയി. ഗംഗിനെ ക്ഷണിക്ക് മുഖ് സുഖി സാസ്ലി, ഗംഗി ആ സമയത്ത് ഭയങ്കരമായ സന്തോഷത്തോടെ ഒരു ദീർഘനിശ്വാസം ഇട്ടു. കാരണം എല്ലാവരും കിടക്കാനൊക്കെ പോയി. കിസി തര മൈതാൻ തോ സാഫ് ഹുവാ, മൈതാനം വൃത്തിയായി എന്ന് പറഞ്ഞാൽ എന്താ, തടസ്സങ്ങളൊക്കെ പോയി, എല്ലാ തടസ്സങ്ങളും പോയി. ഇവിടെ തടസ്സങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഠാക്കൂറിന്റെ വീട്ടിലെ ആളുകളും ജോലിക്കാരൊക്കെയാണ് അവരുടെ തടസ്സങ്ങൾ. അമൃത് ചുര ലാനെ കെ ലിയെ ജോ രാജ്കുമാർ കിസി ജമാനെ में गया था वह भी शायद इतनी सावधानी के साथ और समझ बूझ कर न गया हो. പഴയ കാലത്ത് അമൃതം മോഷ്ടിക്കാൻ പോയ രാജകുമാരൻ പോലും ഈ ഗംഗി കാണിച്ച ഇത്രയും ശ്രദ്ധ കാണിച്ചിട്ടുണ്ടാവില്ല. ഇത്രയും വളരെ ശ്രദ്ധയോടെയായിരുന്നു ഗംഗി ആ കിണറ്റിൻകരയിലേക്ക് വെള്ളമെടുക്കാൻ വേണ്ടി വന്നത്. ഗംഗി ദബേ പാവ് കുएं ജഗത് പർ ചടി, ഗംഗി പതുക്കെ കാലെടുത്ത് ഓരോ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ച് കിണറിന്റെ ആ വട്ടുള്ള ഭാഗത്തേക്ക് കയറി. വിജയ് കാ ऐसा അനുഭവ ഉസേ പഹലെ ന ഹുവാ താ, ജീവിതത്തിൽ ആദ്യമായി താൻ ജയിച്ച പോലെ അവൾക്ക് തോന്നി. ആദ്യമായിട്ട് താൻ ജീവിതത്തിൽ ജയിച്ചതുപോലെ അവൾക്ക് തോന്നി. കാരണം എന്താണ്? ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അവസരം അവൾക്ക് വന്നു ചേരുന്നതും, അവൾ ആദ്യമായിട്ടാണ് ഈ കിണറിന്റെ അടുത്തേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് വിജയ് കാ ऐसा അനുഭവ ഉസേ പഹലെ ന ഹുവാ താ എന്ന് പറയും. ഇനി ബാക്കി കൂടെ നോക്കാം. ഉസ്നെ രസ്സി കാ ഫന്ദ ഗഡെ മേ ഡാല
दाएं बाएं चौगन्नी दृष्टि से देखा जैसे कोई सिपाही रात को शत्रु के किले में सुराग कर रहा हो. അവൾ രസിക പന്ത ഗഡമേലാല ഈ കയറിന്റെ അഗ്രഭാഗം കുടത്തിൽ കെട്ടി. ദായേം ബായേം ചൗഗണ്ണി ദൃഷ്ടി സെ ദേഖ, ഇടതുവശത്തേക്കും വലതുവശത്തേക്കും അവൾ വളരെ ജാഗ്രതയോടെ നോക്കി. ജൈസെ കോയി സിപ്പായി രാത് കോ ശത്രു കെ കിലേ മേം സുരാഗ് കർ രഹാ ഹോ. ഒരു സൈനികൻ തന്റെ ശത്രുവിന്റെ കോട്ടയിൽ എങ്ങനെ വിള്ളലുണ്ടാക്കാൻ പറ്റും എന്നുള്ള അതേ രീതിയിൽ തന്നെ ഗംഗി വളരെ ജാഗ്രതയോടെ എല്ലാ ഭാഗവും നിരീക്ഷിച്ചു. അഗർ ഈ സമയം പക്കട് ലീ ഗയി, ഈ സമയത്തെങ്ങാനും അവൾ പിടിക്കപ്പെട്ടാൽ तो फिर उसके लिए माफी या रियायत की रत्ती पर उम्मीद नहीं. ഈ സമയത്തെങ്ങാനും പിടിക്കപ്പെട്ടാൽ ഒരൽപ്പം പോലും, അതാണ് രത്തീബർ, മാഫി യാ റിയായത്ത്, ഒരൽപ്പം പോലും മാപ്പും ദയയും അവളോട് അവരാരും കാണിക്കില്ല. अंत में देवताओं को याद करके उसने कलेजा मजबूत किया और गड्ढा कुएं में डाल दिया. അവസാനം ദൈവങ്ങളെ മനസ്സിൽ വിചാരിച്ച് ദൃഢമായ ഹൃദയത്തോടെ വളരെ ജാഗ്രതയോടെ, അതാണ് കളേച്ച മസ്ബൂത്ത് എന്ന് പറഞ്ഞ ദൃഢമായ ഹൃദയത്തോടെ മനസ്സോടെ അവൾ ഈ കുടം പതുക്കെ കിണറിലേക്ക് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറക്കി കൊടുത്തു. ഗഡേ നെ പാനി മേ ഗോത്ത ലഗായ, വെള്ളത്തിലെ കുടം പോയി വെള്ളത്തിൽ മുങ്ങി, അതാണ് ഗോത്ത ലഗായ. ബഹുത് ഹി ആഹിസ്ത, എങ്ങനെയാണ്? വളരെ പതുക്കെ. ആഹിസ്ത എന്ന് പറഞ്ഞാൽ പതുക്കെ. ജരാബി ആവാസ് നബി, ഒരു ചെറിയ സൗണ്ട് പോലും കേട്ടില്ല, അത്രയും പതുക്കെയായിരുന്നു അവൾ കുടം വെള്ളത്തിൽ മുക്കിയത്. ഗംഗിനെ ദോ ചാർ ആത്ത് ജൽദി ജൽദി മാര, ഗംഗി ഒന്ന് വളരെ സ്പീഡിൽ 1-2 വട്ടം വെള്ളം അങ്ങനെ കോരി മുകളിലേക്ക് കോരി. कोई बड़ा शख्स और पहलवान भी इतनी तेजी से न खींच सकता था. ഒരു ശക്തനായ ഗുസ്തിക്കാരൻ പോലും ഇത്രയും വേഗത്തിൽ ഇത് വലിച്ചെടുത്തിട്ടുണ്ടാവില്ല. അത്രയും ദൃഢനിശ്ചയം ഉണ്ടായിരുന്നത് ഓരോ ഉപമകളാണ്. അവളുടെ ആ സമയത്തുള്ള അവസ്ഥയെ ഓരോ ഉപമകളായിട്ട് പറയാം. പ്രേംചന്ദ്. ഷഹ്സോർ എന്ന് പറഞ്ഞാൽ ശക്തനായ, പഹൽവാൻ എന്ന് പറഞ്ഞാൽ ഗുസ്തിക്കാരൻ. गंगी चुक्की की गड़े को पकड़कर जगत पर रहे कि एकाएक ठाकुर साहब का दरवाजा खुल गया. ഗംഗി കുനിഞ്ഞുകൊണ്ട് ആ കുടത്തിലെ വെള്ളം മൂടി എടുക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ എക്കായ് പെട്ടെന്ന് ഠാക്കുർ സാബ് കാ ദർവാസ ഖുൽ ഗയ, പെട്ടെന്ന് ഈ ജന്മിയുടെ വാതിലങ്ങോട്ട് തുറന്നു. ദർവാസ ഖുൽ ഗയ, വാതിലങ്ങോട്ട് തുറന്നു. ഷേർ കാ മുഖ് ഇസ്സെ അധിക ഭയാനക് ന ഹോഗാ, സിംഹത്തിന്റെ വായി ഇതിലും വലുതല്ല. അതും കണ്ട, അത് മറ്റൊരു ഉപമ. സിംഹത്തിന്റെ വായി ഇതിലും വലുതല്ല എന്ന് പറഞ്ഞാൽ എന്താ? സിംഹത്തിനെ പേടിയില്ലാത്തതായിട്ട് ഇപ്പൊ ആർക്കുമില്ലല്ലോ. അപ്പൊ സിംഹത്തിന്റെ വായുടെ മുന്നിൽ അകപ്പെട്ടാൽ എന്തായിരിക്കും സ്ഥിതി? അതിനേക്കാൾ ഭയാനകമാണ് ജന്മിയുടെ മുന്നിൽ പെട്ടാൽ എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അവസാന ഭാഗം നോക്കൂ. ഗംഗിക്ക് ഹാത്ത് സെ രസി ചുട്ട് ഗയി, ഗംഗിയുടെ കയ്യിൽ നിന്നും രസി ചുട്ട് ഗയി, കയറങ്ങോട്ട് ഒലിഞ്ഞുപോയി, വിട്ടുപോയി. രസിക്ക് സാത്ത് ഗഡ ദഡാം സെ പാനി മേ ഗിര, കയറിനോടൊപ്പം തന്നെ കുടം ദഡാം സെ പാനി മേ, എന്തെങ്കിലും സാധനം വെള്ളത്തിലേക്ക് വീഴുന്നതിനാണ് ദഡാം എന്ന് പറയുന്നത്. ആ സൗണ്ടോടുകൂടി വെള്ളത്തിലേക്ക് വീണു. അവർ കൈ ക്ഷണത്തേക്ക്, കുറേ നേരത്തേക്ക്, കുറേ നിമിഷത്തേക്ക് പാനി മേ ഹിൽക്കൊരയ്ക്ക് ആവാസൻ സുനായി ദേത്തി ഹേ, വെള്ളത്തിന്റെ അലയൊലികൾ, വെള്ളത്തിന്റെ ആ സൗണ്ട് ഇങ്ങനെ പുറത്തേക്ക് ആവാസ സുനായി ദേത്തി, നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. ഠാക്കൂർ കോൻ കോൻ, ആരാണ് ആരാണ്, പുക്കാർത്തെ ഹുയെ കോൻ കി തരഫ് ആ രഹേ थे, ആരാണ് ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു ചോദിച്ചുകൊണ്ട് ഈ ജന്മി ഠാക്കൂർ ഈ കിണറ്റിനടുത്തേക്ക് ഓടി വന്നതും ഗംഗി ജഗത് സെ കൂത് കർ ഭാഗി ജാ രഹി തി, ഗംഗി ആ സ്ഥലത്തു നിന്നും ഓടിയിട്ട് രക്ഷപ്പെടായിരുന്നു. പെട്ടെന്ന് തന്നെ അവളിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നർത്ഥം. ഗർ പഹുച്ച് കർ ദേക്കാക്കി, വീട്ടിലെത്തിയ സമയത്ത് നോക്കിയപ്പോൾ കണ്ടതെന്താണ്? ജോക്കു
ലോട്ടാ മുഹ് സെ ലഗായെ വഹി മൈല ഗന്ദ പാനി പീ രഹാ. തന്റെ ഭർത്താവായ ജോബു ആ പഴയ ദുഷിച്ച ദുർഗന്ധം പിടിച്ച ജലം തന്റെ ഭർത്താവായ ജോബ് കുടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് വീട്ടിലെത്തിയപ്പോൾ ആര് കണ്ടത്? ഗംഗി കണ്ടത്. അതൊരൊറ്റ ആ ഒരു വാക്കിലൂടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. അക്കാലത്ത് താഴ്ന്ന ജാതിക്കാരായ അവസ്ഥയിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല. അവർ ഒരുപാട് യാതനകളും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ട് തന്നെയാണ് അവരൊക്കെ ജീവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ജാതി വ്യവസ്ഥയെ നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരു കഥയാണ് ഠാക്കൂർ കാ കുആം. മനുഷ്യരെല്ലാവരും ഒന്നാണ്, നാം എല്ലാവരും സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിക്കണം, അതുവഴി എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടറിഞ്ഞ് ജീവിക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ പ്രേംചന്ദ് ഈ കഥയിലൂടെ നൽകുന്നു. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ചെയ്യാനുണ്ട്. പാഠഭാഗത്തിൽ സൈഡിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, അത് നോക്കാം. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഗരം പാനി പീനെ സെ ബീമാരി ബഡ് ജായേഗി. മോശപ്പെട്ട വെള്ളം കുടിച്ചാൽ ബീമാരി അസുഖം ബഡ് ജായേഗി വർദ്ധിക്കും. പാനിക്ക് ഗരാ പോനയ്ക്ക് ക്യാ ക്യാ കാരണോ സെ. വെള്ളം മോശമാവാൻ എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവും? അതാണ് ഒന്നാമത്. വെള്ളം മോശമാവാൻ എന്തെല്ലാം കാരണങ്ങൾ ഉണ്ടാവും? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ടോട്ടൽ 2 ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ ഈ പാഠഭാഗം വായിച്ചിട്ട് ഗംഗിക്ക് ചരിത്ര പർ ടിപ്പണിയിലേക്ക് ഗംഗിയുടെ സ്വഭാവത്തെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതുക. ഈ 2 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക്സ്.